അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ നൗഷാദ് ഹുസാനിയുടെ 2025 ഏറ്റവും വലിയ തമാശ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2025 ആയതിനു ശേഷം നിങ്ങൾ ഇത്തരത്തിലൊരു തമാശ കേട്ടിട്ടുണ്ടാവില്ല, ഇനി കേൾക്കാനും പോണില്ല. ആ ജാതി തമാശയാണ്. അത് കേട്ട് ചിരിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയാല് ഞാൻ ഉത്തരവാദിയല്ല. ആ കോമഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നൗഷാദ് ഹുസാനിയെയും കോമാട്ടുചാലിൽ അബ്ദുള്ളയെയും ന്യായീകരിക്കാൻ വേണ്ടി ചില വിഷ്ടൻ ചിന്നൂരികളും ചില കേന്നന്മാരൊക്കെ വരാറുണ്ട്. അവര് പറയാറുള്ളത് സമസ്തക്കാര് പഠിപ്പിച്ചു കൊടുത്തതല്ലേ കുരുവട്ടൂരി ഷെയ്ഖിന്റെ ആശയം എന്നാണ്. അല്ല എന്നതാണ് വസ്തുത. അത് ഹനീഫ കായക്കൊടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാലും വഹാബികൾക്ക് സാധാരണക്കാരെ വഞ്ചിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറയണം. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ഈ വഹാബികൾക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ചെറിയൊരു ക്ലിപ്പ് ജിന്നുമായി ബന്ധപ്പെട്ടത് നമുക്കൊന്ന് അവരെ കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിറാജ്. ഞാൻ ഈ പൂന്തറ പരുത്തിക്കുഴി പ്രദേശത്തുകാരനാണ്. ഞാൻ ചോദിക്കുന്നത് ബഹുമാന്യരായ കേരളമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്, പണ്ഡിതരാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇവിടെ ഒരു വിഭാഗം തൗഹീദിൻ്റെ പ്രവർത്തകരായ ദഅവത്ത് നടത്തുന്ന അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൃത്യമായ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മേൽ നിങ്ങളുടെ പ്രവർത്തകർ വ്യക്തമായി ശിർക്ക് ആരോപിക്കുകയാണ്. അവർ ജിന്നിനെ വിളിച്ച് തേടുന്നവരാണ്, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ജിന്നിനോട് സംസാരിക്കുന്നവരാണ്, അവർ ജിന്നുവാദികളാണ്, അവർ ജിന്നൂരികളെന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ നിങ്ങളുടെ പ്രവർത്തകർ കളിയാക്കുന്നുണ്ട്. അവഹേളനങ്ങൾ ഒരുപാട്, അത് ആ പ്രവർത്തകർ അതിൻ്റെ ആളുകൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, ഇവരുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് വേദികളിൽ അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, അവരൊരിടത്തും ഈ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ അവരൊരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു വേദിയിലും അവർ പറഞ്ഞില്ല. മറ്റൊന്ന്, അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യമല്ലേ, ഒന്ന് മൈക്ക് കൊടുക്ക്. എനിക്ക് മൂപ്പരെടുത്ത് മറുപടി കിട്ടുന്നുണ്ട്. മൈക്ക് മൂപ്പരെടുത്ത് കൊടുക്കും. ഞാൻ നേരത്തെ ഇവിടെ കേൾപ്പിച്ച ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടു. അതിലെന്താ പറഞ്ഞത്? അതിലൊരിടത്തും അദ്ദേഹം ജിന്നിനോട് ചോദിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാന്ന് അദ്ദേഹം പറയും. പ്രാർത്ഥിച്ച ശിർക്കൽ തേടിയാൽ ശിർക്കലുണ്ട് എന്ന് പറഞ്ഞോ? നിങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഇറങ്ങും. ഞാൻ ആരോപിക്കുന്നതോ അല്ലയോ എന്നുള്ള നിങ്ങൾക്ക് തീരുമാനിച്ചോ? ഇവിടെ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വാദപ്രതിവാദത്തിന് എഴുതിയ വ്യവസ്ഥയിൽ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് ഒന്നല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എല്ലാം ശിർക്കാണ്. എല്ലാം ശിർക്കാണ്. മനുഷ്യൻ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്, പൂർണ്ണമായും ശിർക്കാണ്. അതേ വാദാണോ നിങ്ങൾ ഫൈസൽ മുസ്ലിയാരും അതേപോലെ ഇവരുടെ ആളുകളൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടത്? 2012 മുമ്പ് നിങ്ങളുടെ 2012 ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതല്ലേ പറയേണ്ടത്. അല്ല, നമ്മള് ദീന് പറയാ. 2012 അവിടെ നിൽക്കട്ടെ. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ പറഞ്ഞല്ലോ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. അതാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ തിരുവനന്തപുരത്തുകാരനാണല്ലോ. നിങ്ങൾ തിരുവനന്തപുരം വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് വാങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാം, ഈ നാട്ടുകാരെന്നുള്ള ഹക്കീം കയുടെ കയ്യിൽ കൊടുത്താൽ അടുത്തയാഴ്ച ഈ സ്ഥലത്ത് പരിപാടി വെച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ആരോപണമായി ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനും ഈ സമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ അതിന് തയ്യാറാണോ? വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്, ശിർക്കാവാത്ത ഒരു സഹായാർത്ഥനയും ഇല്ല
എന്ന് വിസ്ഡം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് വാങ്ങി തരാൻ നിങ്ങൾ തയ്യാറാണോ? ബഹുമാന്യനായ ഹനീഫ് കായിക്കൂടി അങ്ങ് എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ പറയുന്ന ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്ന്, ഞാൻ അവരുടെ പ്രവർത്തകനല്ല, ഞാനൊരു ഈ പ്രദേശത്ത് അറിയുന്ന ഒരു പ്രവർത്തകനാണ്. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ആരോപണം അല്ലോ എന്നുള്ളത് ഞാൻ പറയാം. ഇത് വിസ്ഡം ഓർഗനൈസേഷന്റെ സംസ്ഥാന കമ്മിറ്റി എഴുതിയ കത്താണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്നാണോ നിങ്ങളുടെ വാദം? ഒരു സംശയമില്ലാതെ നിങ്ങൾ പറഞ്ഞു അതെ, ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്. എന്നാൽ വിസ്ഡം വിഭാഗം എഴുതിയ കത്ത്, അറബിയിൽ അറബികൾക്ക് വേണ്ടി എഴുതി കൊടുത്ത കത്ത്, ഈ കത്ത് ഞാൻ വായിക്കാം. ഫൈന അഖീദത അഹ്ലി സുന്ന വൽ ജമാഅ അന്നൽ ഇസ്തിആന തകൂനു ബില്ലാഹി വഹദ. സഹായാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടതിൽ ഖൗലിഹി തആല ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. വ അമ്മൽ ഇസ്തിആനതു ബിൽ ജാന്നി, ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വ അമ്മൽ ഇസ്തിആനതു ബിൽ ജാന്നി, എന്നാൽ ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ ഫതഫ്സീലുഹാ അല നഹ്വി താലി, അതിന്റെ വിശദ വിവരങ്ങൾ താഴെ പറയുന്ന രൂപത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിന് അങ്ങനെ രണ്ട് വ്യത്യസ്ത വീക്ഷണമില്ല. അദ്ദേഹം പറയുന്നു ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനയും ശിർക്കാണ്. എന്നാൽ വിസ്ഡം വിഭാഗം പറയുന്നു അതിൽ വിശദമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അന്നൗഉൽ അവ്വൽ അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായാർത്ഥന ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഫഹാദാ ശിർക്കുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല, ഇത് മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന ശിർക്കാകുന്നു. അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ അത് ശിർക്ക്. അതായത് സ്വർഗത്തിലെത്തിക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക്, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ജിന്നിനോട് തേടിയാൽ ശിർക്ക്. അപ്പൊ ഇത്തരം അള്ളാഹിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ ജിന്നിനോട് തേടിയാൽ ശിർക്ക്. ഒന്ന്, ചോദ്യകർത്താവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് രണ്ടുണ്ട്. ഇല്ല, അദ്ദേഹം ഞാൻ ചോദിച്ചപ്പോ കൃത്യമായി സമ്മതിച്ചു, ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്ക്. എന്നാൽ അടുത്ത രണ്ടാമത്തെ ഇനം ഫഹുവ അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായതേട്ടമാണ്. ഏത് ജിന്നിനോടുള്ള? അൽ ഹയ്യി അൽ ഹാലിരി അൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹി, ഹയ്യായ ജിന്നിനോട്, ജീവിച്ചിരിക്കുന്ന ജിന്നി. ഇത് എന്റെ ആരോപണമല്ല കേട്ടോ, ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര കൺവീനറായ PN അബ്ദുൽ ലത്തീഫ് മദനി ഒപ്പിട്ട് നൽകിയ കത്താണ്. ഈ പണ്ട് കാലത്തൊന്നുമല്ല, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ, ഏതാണ്ട് ഒരു കൊല്ലാൻ പോണേ ഉള്ളൂ, ഈ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 19 എഴുതി ഒപ്പിട്ട കത്താണ്. ഈ കത്തിലാണ് പറയുന്നത് അന്നൽ ഇസ്തിആനത ബിൽ ജാന്നി അമ്മൻ നൗസാനി. രണ്ടാമത്തേത് ഫഹുവൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായാർത്ഥന. ഏത് ജിന്നിനോട്? അൽ ഹയ്യി, ഹയ്യായ ജീവിച്ചിരിക്കുന്ന ജിന്നിനോട്. അൽ ഹാലിരി, ഹാലിറായ ഹാജറുള്ള ജിന്നിനോട്. അൽ ഖാദിരി, കഴിവുള്ള ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥന. ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ. ഇപ്പോ ഇവിടുന്ന് ആ കസേര ഒന്ന് എടുത്തേരോ എന്നത് ഈ സുഹൃത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് കഴിയുന്ന ഒരു കാര്യം. ഞാൻ പറയാ, ജിന്നെ, ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാ, ജിന്നെ ആ കസേര ഒന്ന് എടുത്തേരോ, ജിന്നെ ആ കസേര ഒന്ന് എടുത്തേരോ. ഇത് പൊക്കാൻ ഈ വണ്ടി നമ്മൾ തൽക്കാലം ഇവിടെ ബ്ലോക്കായി പോയി എന്ന് വിചാരിച്ചോളൂ. ഇതൊന്ന് തള്ളി മാറ്റാൻ നമ്മൾ എല്ലാരും വിളിക്കും. ആ വിളിക്കുന്ന കൂട്ടത്തിൽ പറയാൻ, ജിന്നെ ഈ വണ്ടി ഒന്ന് തള്ളാൻ എന്നെ സഹായിക്കോ. മനുഷ്യന് കഴിയുന്ന കാര്യം, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഫഹാദാ ഹറാം, ഇത് ഹറാമയാവും, ശിർക്കാവൂല. ഇത് ഹറാമയാകൂ, ശിർക്കാവില്ല. എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഈ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നടത്തുന്ന ആരോപണമാണോ? നിങ്ങൾ ആരോപണം ആണ് എന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം പറയുന്നു ഉസ്താദെ, നിങ്ങൾ ഈ കാണിച്ച ഈ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടുള്ള ഈ കാര്യം എന്റെ തരിക. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്തോളൂ, ചോദിച്ചിട്ട് ഇതിന്റെ വിശദീകരണം. മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, ചോദിച്ചോളൂ. ഏതായാലും ഈ കത്ത് സത്യമാണെങ്കിൽ, ഈ കത്ത് സത്യമാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ആരോപണമല്ല നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു ഫോട്ടോ എടുത്തിട്ട് മുപ്പത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് ഇപ്പൊ വഹാബികളുടെ അവസ്ഥ.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുശരിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഹാബികൾ പഠിപ്പിച്ച ആശയവുമായി വരുന്ന കുരുവട്ടൂരി കോമാട്ടുകാലിൽ അബ്ദുള്ളയും അവന്റെ ശിങ്കിടികളും ഞങ്ങൾ പഠിപ്പിച്ച ആശയമാണ് എന്ന കോപ്രാട്ട് കാണിച്ച് വഹാബികൾ വരേണ്ടതില്ല. വഹാബികൾ പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ് കുരുവട്ടൂരികൾക്കുള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മളെ മണിയാശാനുണ്ടല്ലോ, സ്വമത് ആനവരി, ആ മണിയാശാന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ എല്ലാരും അങ്ങോട്ട് കേൾക്കുക. മുതലാളി തന്നിട്ട് നിങ്ങൾക്ക് ഒരു കൈകൂലാമക്കാരെ നിങ്ങൾക്ക് അതൊന്നും തന്നിട്ടില്ല, ഇനി വല്ലതും തീരുകയാണെങ്കിൽ അപ്പം 500 നോട്ട് ഇങ്ങനെ വരലാണ് എന്നുള്ള തൗഹീദിന്റെ വിശ്വാസത്തോടെ ഞാൻ വന്ന് ഇയാൾ മനസ്സിലാക്കും. അല്ലെ ചെങ്ങലുണ്ടെങ്കിൽ കൂളമ്പാർക്കാണ് കൂടും. ഇതൊരു പുതിയ തൗഹീദ് ഓടുന്നു വരികയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇതൊന്നും തൗഹീദല്ല. ഈ മണിയാശാന്റെ ആശയം വഹാബികളുടെ ആശയമാണ്. അവരാണ് ലോകത്താദ്യമായി ഇങ്ങനെ ഒരു തൗഹീദ് കൊണ്ടുവന്നത്. അല്ലാഹു തആല സൃഷ്ടികൾക്കുള്ള കഴിവ് മുൻകൂട്ടി തന്നെ കൊടുത്തിരിക്കുന്നു. അത് മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്തതുപോലെയാണ്. പിന്നെ ആ അധികാരത്തിൽ അള്ളാഹുവിന് കൈകടത്താൻ സാധ്യമല്ല. സാധാരണക്കാർക്കാണ് ആ കഴിവുള്ളതെന്ന് വഹാബികൾ പറയുമ്പോ കോമാട്ടുകാലിൽ അബ്ദുള്ള എന്ന ആ ഷെയ്ഖിനാണ്, അവന്റെ ഷെയ്ഖായ മീനങ്ങാടി സുലൈമാനാണ് ഈ കഴിവുള്ളത് എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. അപ്പൊ വഹാബികളും കുരുവട്ടൂരികളും ഒരേ ആശയക്കാരാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നൗസാദ് വസാനി പറയുന്നതെന്ന് കേട്ടുനോക്കിയാൽ ഞങ്ങളെ വന്യരായ ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹുൽ ബുഖാരി കൊണ്ടും മശായിഖന്മാരെ മദദിൽ ഞങ്ങൾ തെളിയിക്കും. മടവൂർ ശൈഖുന സാക്ഷി, ഞങ്ങൾ തെളിയിച്ചിരിക്കും. കേട്ടല്ലോ സഹോദരങ്ങളെ, കോമാട്ടുകാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് ഖുർആനിലുണ്ട്, ബുഖാരിയിലുണ്ട്. കോമാട്ടുകാലിൽ തറവാട്ട് പേര് വരെ ഉണ്ട് കേട്ടോ. എവിടെ? ബുഖാരിയില്, ഖുർആനിലുണ്ട്. മറിച്ചൊക്കെ കാണൂലട്ടോ, ചട്ടന്റെ പുറത്ത് നോക്കണം. എല്ലാരും ചട്ടന്റെ പുറത്തുനിന്ന് നോക്കിയാ കാണാം. കുരുവട്ടൂരി വ്യാജ ശൈഖ് കോമാട്ടുകാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്ന ആളാകുന്നു. ഖുർആനിൽ മാത്രം നോക്കിയാ പോരാ, ബുഖാരിയിലുണ്ട് കേട്ടാ. മറുപടി പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കിതാബ് ഉദ്ധരിച്ച് മറുപടി പറയും. വാദപ്രതിവാദത്തിലുണ്ടെങ്കിൽ നേരിട്ട് വരി. ഈ വെല്ലുവിളി ഒരു ഭ്രാന്തന്റെ വെല്ലുവിളിയാണ്. കാരണം കോമാട്ടുകാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് ഖുർആനിലും ബുഖാരിയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നവനേക്കാളും വലിയ വിഡ്ഢി ലോകത്താരുമില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.